അന്തരിച്ച പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പനോടുള്ള ആദരസൂചകമായി അദ്ദേഹം 38 വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ പേര് ഡിജോ കാപ്പൻ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പുനർനാമകരണം ചെയ്തതായി സംഘാടക സമിതി ഭാരവാഹി ജെയിംസ് വടക്കൻ അറിയിച്ചു. പൊതുജന താൽപര്യമുള്ള കാര്യങ്ങളിൽ സംഘടന സജീവമായി ഇടപെട്ടുകൊണ്ട് ഡിജോ കാപ്പന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അന്തരിച്ച ഡിജോ കാപ്പന്റെ സംസ്കാരം ഞായറാഴ്ച 3 മണിക്ക് പാലായ്ക്ക് സമീപം പാലക്കാട് ചെറുപുഷ്പം പള്ളിയിൽ നടക്കും. ഭൗതിക ശരീരം നാളെ വൈകുന്നേരം 4-ന് വസതിയിൽ കൊണ്ടുവരും. പ്രമുഖ ഉപഭോക്തൃ സംരക്ഷണ പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ ഡിജോ കാപ്പൻ അല്പം മുമ്പാണ് അന്തരിച്ചത്. 72 വയസ്സായിരുന്നു. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾക്കായി ദശാബ്ദങ്ങളോളം നിയമപോരാട്ടം നടത്തിയ അദ്ദേഹം പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ കോടതിയുടെ ഇടപെടൽ ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പാതയോരങ്ങളിലെ പൊതുയോഗങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ചരിത്രപ്രധാനമായ വിധിക്ക് പിന്നിൽ ഡിജോ കാപ്പന്റെ നിയമ പോരാട്ടമായിരുന്നു. പാലായിലെ പ്രമുഖമായ കാപ്പൻ കുടുംബാംഗമായ അദ്ദേഹം പരേതനായ ചെറിയാൻ ജെ കാപ്പന്റെ മകനും മാണി സി കാപ്പൻ MLA-യുടെ സഹോദരനുമാണ്. കോൺഗ്രസ് നേതാവ് PT തോമസുമായുണ്ടായിരുന്ന ആത്മബന്ധം രാഷ്ട്രീയ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. തന്റെ അന്ത്യകർമ്മങ്ങളെക്കുറിച്ചുള്ള PT തോമസിന്റെ വിൽപത്രം ലോകത്തെ അറിയിച്ചത് ഡിജോ കാപ്പനായിരുന്നു. അദ്ദേഹം പിന്നീട് കാർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. റെയിൽവേ യാത്രാക്ലേശം, വൈദ്യുത നിരക്ക് വർധന, ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളുടെ വിപണനം തുടങ്ങി സാധാരണക്കാരനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഡിജോ കാപ്പന്റെ ഇടപെടലുകൾ എപ്പോഴും ശ്രദ്ധേയമായിരുന്നു. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല മുൻ രജിസ്ട്രാർ ഡോക്ടർ മിനി കാപ്പനാണ് ഭാര്യ. അതേസമയം ഡിജോ കാപ്പന്റെ വിയോഗത്തിൽ അനുശോചനക്കുറിപ്പുമായി ഉമാ തോമസ് MLA രംഗത്ത് വന്നു. ഡിജോ കാപ്പന്റെ വിയോഗം തന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടതിന് തുല്യമാണെന്നാണ് ഉമാ തോമസ് അനുസ്മരിച്ചത്. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഹൃദയസ്പർശിയായ കുറിപ്പിലൂടെയാണ് PTയും ഡിജോയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് ഉമ മനസ്സ് തുറന്നത്. PT, ദേ കാപ്പൻ ചേട്ടൻ വരുന്നു, നിങ്ങൾ ഇനിയും പരസ്പരം തുണയാവുക എന്ന വാക്കുകളോടെയാണ് ഉമാ തോമസ് തന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. PT തോമസ് തന്റെ അവസാന അഭിലാഷങ്ങൾ പോലും പങ്കുവച്ചത് ഡിജോ കാപ്പൻ എന്ന ആത്മസുഹൃത്തിനോടായിരുന്നു എന്ന് ഉമാ തോമസ് ഓർക്കുന്നു. ജീവിതത്തിലുടനീളം PTയുടെ കരുത്തായി നിന്ന ഡിജോ കാപ്പൻ അടുത്ത സൗഹൃദമായിരുന്നു ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലും ഉണ്ടായിരുന്നത്.